വി.എസിന്റെ വിയോഗം പാർട്ടിക്കും വ്യക്തിപരമായി തനിക്കും വലിയ നഷ്ടമാണെന്ന് മുതിർന്ന CPM നേതാവ് ടി.കെ. ഹംസ. ജനകീയ നേതാവ് എന്ന നിലയിൽ ഏതു തരത്തിലും ബന്ധപ്പെടാവുന്ന ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു വി.എസ് എന്ന് ടി.കെ. ഹംസ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടാകുന്നത്. ചെറുപ്പത്തിൽ തന്നെ അനീതിക്കെതിരെ പോരാടിയ നേതാവായിരുന്നു വി.എസ് എന്നും ടി.കെ. ഹംസ പറഞ്ഞു. വി.എസിന്റെ വിയോഗം പാർട്ടിക്കും വ്യക്തിപരമായി ഈക്കൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ ഏത് തരത്തിലും ബന്ധപ്പെടാവുന്ന ഒരു ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടാകുക. എന്തെങ്കിലും ഒരു കാര്യം നേട്ടം ഉണ്ടാക്കി തന്നു അതുകൊണ്ട് ഞാൻ അവിടെ ആയി എന്നതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രതീകമായിരുന്നു അദ്ദേഹം. കൃഷിക്കാരന് വേണ്ടിയിട്ട്, സാധുക്കൾക്ക് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി പല തരത്തിലും അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരു 100 കൊല്ലത്തെ ചരിത്രമുണ്ട് അദ്ദേഹം. ഇതിലെല്ലാം ഞങ്ങൾക്കൊക്കെ വലിയ ആവേശവും സന്തോഷമായിരുന്നു. ഞാൻ അവസാനമായിട്ട് കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് 1982-ലാണ്. 82-ലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ സ്വതന്ത്രനായി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സഹായിച്ചു. ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി V.S. അച്യുതാനന്ദനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് EMS അംഗീകരിച്ചു. ഇത്രയും മേപ്പെട്ടു പോകേണ്ട കാര്യം എന്താണെന്നറിയോ? ഞാൻ കോൺഗ്രസ് I വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. അങ്ങനത്തെ ഒരു ആളെ സംബന്ധിച്ച് പിന്തുണ കൊടുക്കുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സമ്മതിക്കണം. അങ്ങനെ EMSന്റെ സമ്മതം വരെ വാങ്ങി എനിക്ക് പിന്തുണ തന്നു. തനിക്ക് CPM അംഗത്വം നൽകിയത്, 2ാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നത്, പൊതുമരാമത്ത് മന്ത്രിയാക്കിയത് എല്ലാം VS ആണെന്നും ടി.കെ. ഹംസ പറഞ്ഞു. പാർട്ടി തീരുമാനമെടുത്തു ഞാൻ നിലമ്പൂരിൽ തന്നെ മത്സരിക്കണം എന്ന്. ആ തീരുമാനം ഞാൻ അറിഞ്ഞു. ഞാനന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിലോ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ ഇല്ല. ആ തീരുമാനം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് 2ാമത് നിലമ്പൂരിൽ കിട്ടൂല. കാരണം ഞാൻ ജയിച്ചതിൻ്റെ പിന്നിൽ ആന്റണി കോൺഗ്രസിനെതിരായിട്ട് ആര്യാടിനെതിരായിട്ട് മത്സരിച്ചപ്പോൾ I വിഭാഗം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും 10,000 വോട്ട് അവിടെ ഉണ്ട്. അതിൽ ഭൂരിപക്ഷവും എനിക്കാണ് വോട്ട്. അതുകൊണ്ടാണ് ജയിച്ചത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ആ I വിഭാഗം പോയി. ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടില്ല. അപ്പം ജയിക്കില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അപ്പം ഞാൻ നേരെ നടന്നു പോയി സഖാവ് ചെയ്താലിക്കുട്ടി പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് പോയി പറഞ്ഞു, ഇങ്ങനെയാണ് സ്ഥിതി. അവന് എന്താ ചെയ്യുന്നത്, പാർട്ടി തീരുമാനം എടുത്തല്ലോ പറഞ്ഞു. തലേന്ന് അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് വന്നാൽ മൂപ്പര്. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കട്ടെ. എനിക്കും വിരോധമില്ലാണ്, ജില്ലാ കമ്മിറ്റിക്കും വിരോധം, ഞങ്ങൾ പോയി ചെയ്ത് നോക്കുകയാണ്. ഞാൻ രാത്രി വണ്ടിക്ക് കയറി പിറ്റേന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ ചെന്ന് അപ്പോൾ V.S. അച്യുതാനന്ദൻ പത്രം വായിച്ചിരിക്കുകയാണ്. എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. പത്രവായന കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ വന്നത്. അപ്പം ഞാൻ പറഞ്ഞ സംഗതി, തോൽക്കണിയിൽ എനിക്ക് യാതൊരു വിഷമമില്ല. പക്ഷേ ഒരിക്കൽ ജയിച്ച് വിജയശ്രീലാളിതനായി വന്ന നിലമ്പൂരിൽ 2ാമത് നിന്ന് തോറ്റിട്ട് അപമാനിതനായി മടങ്ങുമ്പോൾ മാനസികമായി സഹിക്കാൻ കഴിയില്ല. അവിടെ ഒന്നുകൂടി എന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ മത്സരിക്കണ്ട, ഞാൻ പ്രവർത്തിച്ചോളൂ. സ്ഥാനാർത്ഥിത്വം തരുവാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീറ്റ് തരണം. അപ്പം V.S.ന്റെ ചോദ്യം, നിങ്ങൾക്ക് പറ്റിയ സീറ്റ് ഏതാണ്, അതല്ലെങ്കിൽ വേറെ ഏതാണ് തരാൻ പറ്റിയത്? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വിവരമുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിൽ അന്നത്തെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച മെമ്പറുണ്ടായിരുന്നു. അയാൾ വീണ്ടും മത്സരിക്കില്ല എന്നൊരു വിവരം എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്കറിയാം, പാർട്ടി രഹസ്യമല്ലേ. മൂസക്കുട്ടി നിൽക്കുന്നില്ലെങ്കിൽ എനിക്ക് തന്നാൽ തിരക്കില്ല, നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഞാൻ പോകുന്നു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് V.S. വിളിച്ചു, നിങ്ങൾ നിലമ്പൂരിലേക്കും ബേപ്പൂരിലേക്കും മത്സരിക്കാൻ സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഇടയ്ക്ക് തന്റെ ഭാഗത്ത് നിന്ന് ഒരു പിശക് സംഭവിച്ചപ്പോൾ V.S. മുതിർന്ന നേതാവ് തിരുത്തുന്നത് പോലെ തിരുത്തിയെന്നും ടി.കെ. ഹംസ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.